സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും ഒപ്പം ഊഷ്മളമായ സ്നേഹവികാരങ്ങളുടെയും ഒഴിയാത്തൊരിടം കൂടിയാവട്ടെ ഈ ഒരു സ്വപ്നഭവനം. ഞാൻ ആർക്കിടെക്ട് പ്രസീത. എല്ലാവർക്കും ഈ ഒരു സ്വപ്നഭവനത്തിൻ്റെ പ്രൊജക്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ ദേവൻ ആൻഡ് ഫാമിലിയുടെ അനുഗ്രഹ എന്നു പേരുള്ള ഈ ഒരു സ്വപ്നഭവനം ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് കണ്ണമ്പ്രയിലാണ്. അനുഗ്രഹയുടെ പ്ലാനിംഗ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജിനെ കുറിച്ച് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ 21 സെന്റ് പ്ലോട്ടിൽ വീടിൻ്റെയും കാർ പോർച്ചിൻ്റെയും സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് 2900 സ്ക്വയർ ഫീറ്റിൽ നോർത്ത് ഫേസിംഗ് ആയാണ്. അനുഗ്രഹയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്സഡ് എയർ ടൈപ്പ് റൂഫിനൊപ്പം MS വിത്ത് ഗ്ലാസ് വർക്ക്, MS-ന്റെ ഗ്രിൽ പാറ്റേൺസ്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോൺ ക്ലാഡിംഗ്, WPC ലൂവേഴ്സ് ഡിസൈൻ, ഓർണമെന്റൽ വർക്ക്സ്, വൈറ്റ് ആൻഡ് ഗ്രേ പാറ്റേണുള്ള ഒരു പെയിന്റിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അനുഗ്രഹ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഡ്രീം ഹോമായിട്ട് മാറുന്നത്. അനുഗ്രഹയുടെ ലാൻഡ്സ്കേപ്പ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത് കുറച്ച് വൈഡർ ആൻഡ് ലോങ് പാറ്റേണിലാണ്. ഈ ഒരു വീടിൻ്റെ കോൺസെപ്റ്റിന് മാച്ച് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് വാളിൻ്റെയും അതേപോലെ തന്നെ ഗേറ്റിൻ്റെയും ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാവിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ പാവിങ് വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയത് കാരണം കൊണ്ടും അതേപോലെ തന്നെ റോഡിന് നമുക്ക് ഹൈറ്റ് ഉള്ളത് കാരണം കൊണ്ടും സ്ലോപ്പി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു 20 മീറ്ററോളം നമ്മൾ ഫ്രണ്ടേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീടിൻ്റെ സ്പേസ് പ്ലാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വീട് വളരെ വലുപ്പം ഉള്ള ഒരു ഡിസൈനായിട്ട് തോന്നും. അതേപോലെ തന്നെ ഈ 2 സൈഡിലായിട്ട് നാച്ചുറൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമ്മൾ സീറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടുതലായിരിക്കും. നോർമൽ ഒരു വീടിനെ നമ്മൾ കാണുന്ന രീതിയിലല്ല ഈ ഒരു ഡിസൈനിൽ ഇത്രയും വൈഡായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു വീടിനെ കാണും. അപ്പോൾ വളരെ മാച്ചിങ് ആയിട്ടൊരു ഡിസൈൻ കൊടുത്ത് അനുഗ്രഹയുടെ ലാൻഡ്സ്കേപ്പും കോമ്പൗണ്ട് വാളും മനോഹരമാക്കിയിട്ടുണ്ട്. അനുഗ്രഹയുടെ ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വൈഡർ സ്പേസ് ആയിട്ടാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഇതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ളൊരു ഷൂ റാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷൂ റാക്ക് സാധാരണ നമ്മൾ ഒരേ രീതിയിൽ ഹൊറിസോണ്ടലായിട്ടാണ് ഡിസൈൻ ചെയ്യാറ്. ഇവിടെ ചെയ്തിരിക്കുന്നത് 45 ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് സ്പേസ് ആണെങ്കിൽ കൂടിയിട്ട് ഷൂ കറക്റ്റായിട്ട് ആംഗിൾ ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റോറേജും നമുക്കിതിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ്, ഡാർക്ക്, ഈ ഒരു വുഡൻ കളർ എല്ലാം കൂടിയിട്ട് വരുന്ന സമയത്താണ് ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു വ്യൂസിനനുസരിച്ചിട്ട് ഇവിടെ വരുന്നത്. കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കോൺസെപ്റ്റാണ്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടൈൽ പാറ്റേൺസ് ചെയ്തിരിക്കുന്നത് മാർബിൾ ഫിനിഷ് വരുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിനും അതേപോലൊരു ഡിസൈൻ കോൺസെപ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് പ്ലാന്തർ ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഉള്ളൊരു ഡിസൈൻ, അതായത് എ ടൈപ്പ് റൂഫിന് ഇതേപോലൊരു സിറ്റ് ഔട്ട് പാറ്റേൺ കൊടുക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും. അനുഗ്രഹയുടെ സിറ്റ് ഔട്ട് സ്പേസ് എന്ന ഡയറക്റ്റ് എൻട്രി ലിവിങ് ഏരിയയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ്. ഈ ഒരു ലിവിങ് സ്പേസ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡിസൈനിലാണ് ഈ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. 5 സീറ്റർ സോഫ, അതേപോലെ തന്നെ സെൻട്രൽ ടേബിൾ. ഈ സൈഡിലായിട്ടാണ് TV പാനൽസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം യൂണിറ്റ് ഫുൾ ഹൈറ്റ് ഡെക്കറേറ്റീവ് പാനൽസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ചെറിയ ഒരു ക്രോക്കറി കം ബുക്ക് ഷെൽഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ളൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പൂജാ റൂം ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോർസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ടീക്കോഡ് വിത്ത് പോളിഷ് ഫിനിഷിലാണ്. അതേപോലെ ഗ്രിൽസ് കൊടുത്തിരിക്കുന്നത് SS ഫിനിഷിലാണ്. നമ്മുടെ ഈ ഒരു പൂജ യൂണിറ്റ് ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ലിവിങ് ടു ഡൈനിങ് എൻട്രി ഇതേ രീതിയിലുള്ളൊരു പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വുഡൻ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതേപോലെ ഒരു ലാമിനേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് 2 ബെഡ്റൂംസിലോട്ട്, അതേപോലെ തന്നെ കോമൺ ടോയ്ലറ്റ്, കോമൺ വാഷ്, കിച്ചണിലേക്കുള്ള ആ ഒരു സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതൊരു കൺസോളി ടേബിളാണ്. അതിനോട് ചേർന്നിട്ട് കോമൺ വാഷ് യൂണിറ്റ് വരുന്നുണ്ട്. കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് കോമൺ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പാനൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ചെറുതായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്, നമുക്ക് വാൾ ക്ലാഡിങ് ഫുൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു മിറർ ഡിസൈൻ വന്നിട്ടുണ്ട്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഫോസെറ്റ്, വൈബ്രൻ്റ് ആയിട്ട് കളറിലൊരു നമുക്കൊരു വാഷ് കൗണ്ടർ. നമ്മുടെ ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ടൈൽ പാറ്റേൺ തന്നെയാണ്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് എല്ലാം ഫുൾ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഡിസൈൻ പാറ്റേൺ കീപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ തീമിലാണ് ഈ ഒരു കോമൺ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഗസ്റ്റ് ബെഡ്റൂം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വുഡനിലാണ് ഇവിടുത്തെ ക്വീൻ സൈസ് കോട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഡിസൈൻസ്. അതേപോലെ തന്നെ വാൾഡ്രോപ്പ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഓപ്പണബിൾ ആയിട്ടുള്ളൊരു വാൾഡ്രോപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മിറർ യൂണിറ്റ് ഇൻസൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ നമ്മുടെ ഗ്രൂമിങ് തിങ്സ് എല്ലാം ഇതിൻ്റെ ഇൻസൈഡിൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു ഹൈഡർ ഡിസൈൻ ടൈപ്പാണ് ഇവിടുത്തെ ഈ ഒരു ഡ്രസ്സിങ് ടേബിളിന് കൊടുത്തിരിക്കുന്നത്. അനുഗ്രഹയുടെ ഈ ഒരു ഡൈനിങ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 സീറ്റർ ചെയർ കം ഡൈനിങ് പ്രൊവിഷനായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫിറ്റ് യൂണിറ്റ് ഫുൾ യൂണിറ്റ് ആയിട്ടാണ് ഇതേപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്രോക്കറി കം ക്യൂരിയോ യൂണിറ്റ് ആയിട്ട് കൂടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു ക്രോക്കറി യൂണിറ്റ് ഈ ഒരു സ്പേസിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലേറ്റർ ഡിസൈനിൽ നമ്മൾ സ്റ്റെയർ സോഫിറ്റിലോട്ട് അത് മാറ്റി റീപ്ലേസ് ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ അനുഗ്രഹയുടെ ഡൈനിങ്, ലിവിങ് 2 ബെഡ്റൂമിലും ഒരേ കോമൺ ഫ്ലോറിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. മാർബിൾ ഡിസൈന് മാച്ച് ആവുന്ന 120, 240 വരുന്ന സ്ലാബ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു മാർബിൾ പാറ്റേണിലൊരു ടൈലാണ് ഇവിടെ ലേ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലും വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ക്ലയൻറ്റ് ഇവിടെ ലോങ് ടേമായിട്ട് സ്റ്റേ ഇല്ലാത്തത് കാരണം കൊണ്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലൊരു ഡിസൈൻ വിത്ത് സ്റ്റോറേജ് പ്രൊവിഷൻ. അപ്പോൾ ക്യൂൻ സൈസ് കോട്ട് വിത്ത് ബെഡ്. അതേപോലെ തന്നെ ഈ ഒരു വാളിൽ ഫുൾ ലെങ്ത്തിലായിട്ടാണ് വാൾഡ്രോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓപ്പണബിൾ ആയിട്ടുള്ള വാൾഡ്രോപ്പ് ഡിസൈനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ കസ്റ്റമറിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ഈ ഒരു സ്പേസ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്തിലായിട്ടാണ് ഇവിടുത്തെ കേർട്ടൺ റോഡ് കൊടുത്തിരിക്കുന്നത്. മേലെ നമ്മൾ പ്രൊഫൈലേറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെയും പ്രൊഫൈലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഡ്രോവേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് അപ്പുറത്തെ ആ ഒരു സ്പേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റഡി യൂണിറ്റ് വരുന്നത്. അത് ഇപ്പോൾ ചെയ്തിട്ടില്ല, അതിൻ്റെ ബുക്ക് ഷെൽഫ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്.
അതേപോലെ തന്നെ ടോട്ടൽ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കേർട്ടൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റിലാണ് കേർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഡിസൈൻ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ വിത്ത് COBs ആണ് കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഏരിയയിൽ ഇതേ രീതിയിലുള്ള ഒരു ഫുൾ ഹൈറ്റ് മിറർ അതിൻ്റെ ലെഡ്ജായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിങ്സ് എല്ലാം നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡ്രസ്സ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ കളറ് കുറച്ച് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ലക്ഷറി ആയിട്ടുള്ളൊരു ടൈൽ ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാർബിൾ ഡിസൈനോട് മാച്ച് ആവുന്ന ഒരു മാറ്റ് കാർവിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 80x160 ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മാച്ച് ആവുന്ന ആ ഒരു ഫ്ലോർ ഡിസൈൻസ്. പിന്നെ സാനിറ്ററി അതേപോലെ തന്നെ ഫിറ്റിങ്സ് എല്ലാം ബ്രാൻഡഡ് ആണ്. പ്രൊഫൈൽ ലൈറ്റ്സ് നമ്മൾ ഇതേ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മിറർ യൂണിറ്റ് നമുക്ക് കിട്ടും വിത്ത് പ്രൊഫൈൽ ഉള്ളത്. ഇവിടെ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല തീമിലുള്ളൊരു മിറർ ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഡ്രോവേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഡിസൈന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുൾ ഹൈറ്റിലുള്ള ടൈൽ പാറ്റേൺസ്. ഇത് കാർവിങ് ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ലക്ഷറി ഫീൽ ചെയ്യും. അതിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോർ പാറ്റേൺസ്, അതേപോലെ ലെങ്ത് ആയിട്ടുള്ള ഒരു ട്രാപ്പ് ടൈൽ ഡിസൈൻസ്, ഇതെല്ലാം വരുന്ന സമയത്ത് ഫുൾ ഹൈറ്റിൽ നമ്മൾ ഈ ഒരു ടൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കുറച്ച് ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യും. അനുഗ്രഹയുടെ ഈ ഒരു സ്റ്റെയർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസ്കഷൻ ഞാനും ദേവൻ സാറായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ടീക്വുഡ് വിത്ത് കാസ്റ്റ് അയണിലാണ്. ഇതേ രീതിയിൽ നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ ടോട്ടൽ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലും കൂടുതലായിട്ടൊരു ക്രിയേറ്റീവായിട്ട് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ പാറ്റേൺ പോകും എന്നുള്ളത് കാരണം കൊണ്ട് ഇതേ രീതിയിലൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെപ്സ് എല്ലാം വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് ആൻഡ് റൈസ് വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സ്പേസ് നമ്മൾ പകുതി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് കാരണം കൊണ്ട് അതിൻ്റെ മേലെയായിട്ടാണ് ഷാൻലിയർ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചൊരു മോഡേൺ തീമിലാണ് ഇവിടുത്തെ ഷാൻലിയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റെയർ ഏരിയയോട് ചേർന്നിട്ടാണ് മോഡുലർ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വൈഡർ ലെങ്തി ആയിട്ടുള്ളൊരു സ്പേസ് പ്ലാനാണ് മോഡുലർ കിച്ചന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമൺ ഏരിയയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലോർ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാർവിൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു മോഡുലർ കിച്ചന് വേണ്ട എല്ലാ ഹാർഡ്വെയേഴ്സും ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ളൊരു ഗ്ലാസ് വിത്ത് ലൈറ്റ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓവർ ഹെഡ് യൂണിറ്റിന് താഴെയായിട്ടാണ് ഇതേപോലെ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനും അവിടെയും കണ്ടിന്യൂറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ തീം എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു ബേജ് ഡിസൈൻ്റെ കൂടെ ഈ ഒരു സ്പ്ലാഷ് ബാക്ക് കുറച്ച് ഗ്രേ ഡിസൈൻ, അതേപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ 45 ഡിഗ്രി കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു ടൈൽസ് കിട്ടാനുണ്ട്. അത് അത്യാവശ്യം നല്ല വൈഡ് വെറൈറ്റി ഡിസൈൻസ് ഉള്ളത് കാരണം കൊണ്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്കത് മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഹോബ് ഹുഡ്, പിന്നെ നമുക്ക് 2 ബോൾ സിങ്ക്, അതായത് 2 ബോൾ സിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ബ്രാൻഡഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലൊരു പ്ലേറ്റ് ഡ്രെയിനർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ഡിഷ് വാഷറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലയൻറ്റ് ഇവിടെ ഇല്ലാത്തത് കാരണം കൊണ്ട് അവർ വരുന്ന സമയത്താണ് ഇവിടെ കീപ്പ് ചെയ്യുള്ളൂ. പ്രൊവിഷൻ ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫുൾ ഹൈറ്റ് സ്റ്റോറേജ് വരുന്നത്. ഈ ഒരു സ്പേസ് ഇവിടെ വിട്ടിരിക്കുന്നത് നമ്മുടെ അവന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ്. മെയിനായിട്ട് ഈ പൊട്ടാറ്റോ അതേപോലെ ഒണിയൻ എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ വിക്കർ ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ നമുക്ക് കുറച്ച് വൈഡർ ആയിട്ടുള്ള ഒരു സ്പേസ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാളെല്ലാം ചെളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫുൾ ഹൈറ്റിൽ നമ്മൾ ടൈല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈലിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് വാളിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ, അതേപോലെ തന്നെ
ഇവിടെ സിങ്ക് പ്രൊവിഷൻ, ഒരു ടേബിൾ ടോപ്പായിട്ട് ഒരു കുക്ക് ടോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു സ്റ്റെയർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. അപ്പോൾ ഈ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഈ ഒരു സ്പേസിലാണ് അതേപോലെ ഒരു ഷാൻഡിലിയർ, കോവ് ലൈറ്റ്, അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെയർ കയറി നേരെ വരുന്നത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു സ്പേസ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഒരു വുഡൻ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അപ്പർ ലിവിങ് സ്പേസ്. നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഹാൻഡ് റെയിൽ ഡിസൈൻ നമുക്ക് 2 ഹൈറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു അപ്പർ ഏരിയയിൽ കുട്ടികൾ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിലും ആ ഒരു സേഫ്റ്റിയുടെയും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഹൈറ്റിൽ ഇവിടുത്തെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടി വി യൂണിറ്റ്. ഒരു കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂ ഡിസൈൻ വിത്ത് നമ്മുടെ ഡിസൈനർ ലാമിനേഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യൂരിയോ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ളൊരു കോർണർ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു സ്റ്റഡി സ്പേസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കത് ഇവിടെ ആളുകൾ കൂടുതൽ താമസിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഏരിയ ഇതേ രീതിയിലൊരു സീറ്റിംഗ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു വുഡൻ തീമിലാണ് ഇവിടുത്തെ ഈ ഒരു സീറ്റിംഗ് പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് ഇരിക്കാൻ. നമ്മൾ ടോട്ടൽ തീമിനെ മാച്ച് ചെയ്തിട്ടാണ് ഇവിടുത്തെ സെൻറ്റർ ടേബിൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു അപ്പർ ലിവിങ് സ്പേസ് എന്നാണ് 2 ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ് അപ്പർ ലിവിങ് സ്പേസ്. ഇതിലും നമ്മുടെ ആ അപ്പർ ലിവിങ്ങിൻ്റെ ആ കോമൺ ടൈൽ തീം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇതിലും ക്യൂൻ സൈസ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ, അതേപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 2 ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഗേൾ ബെഡാണ്. ആക്ച്വലി ഇത് ആ ഒരു ഗേളിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് അവിടുത്തെ വാർഡ്രോബിൻ്റെ സ്പേസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേപോലൊരു ഹാർഡ്വെയർ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി സാരി പുൾ ഔട്ടാണ്. പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് വാർഡ്രോപ്പാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മിനിമലായിട്ടുള്ള ലൈറ്റ് പാറ്റേൺസ്, അതേപോലെ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള കേർട്ടൻസ്. നമ്മൾ ലിൻഡൽ ലെവലിലാണ് ഈ കേർട്ടൻസ് ചെയ്തിരിക്കുന്നത്. ഫുൾ വൈറ്റ് ആൻഡ് അതേപോലെ തന്നെ ഒരു ബേജ് പെയിൻറ്റ് തീമിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒരു വാൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ടോയ്ലറ്റ്, അതായത് ടൈൽ പാറ്റേൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബേജ് ആൻഡ് കുറച്ചൊരു ഡാർക്കർ ഗ്രേ തീമിലാണ് ഇവിടുത്തെ ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഹാർഡ്വെയർസ്, ഡിസൈൻസ്, ലൈറ്റ് എല്ലാം നമുക്ക് ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയയോട് ചേർന്ന് വരുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് അത്യാവശ്യം നല്ല ഒരു സ്പേസ് പ്ലാനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അതേ ഒരു സ്പേസ് തന്നെയാണ് ഇവിടേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഡബിൾ ബെഡ് വിത്ത് 1 സൈഡ് ടേബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്റ്റഡി യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഏരിയയിൽ ഫുൾ ആയിട്ട് നമുക്ക് വാർഡ്രോബ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതേ രീതിയിൽ ക്ലയൻറ്റ് റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ സ്പേസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സാധാരണ എല്ലാ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വാർഡ്രോബിൻ്റെ ഡിസൈൻ പാറ്റേൺസ് ഇവിടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സ്റ്റഡി യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ടേബിളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആ ഫ്യൂച്ചർ ഓൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ഈ ഒരു ബുക്ക് ഷെൽഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഫുൾ ഹൈറ്റ് മിറർ വിത്ത് സ്റ്റോറേജ് പ്രൊവിഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡെപ്ത് ഉള്ള ഡ്രോവറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഞാൻ ഇവിടുത്തെ ടോയ്ലറ്റ്
കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റിൽ ഡാർക്കർ ആൻഡ് ലൈറ്റർ ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ കുറച്ച് നല്ല ലക്ഷറി ആയിട്ട് ലെങ്തി ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് സ്പേസ് പ്ലാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് ഇതേ രീതിയിൽ ഇവിടെ നമുക്ക് ഈ ഒരു വെറ്റ് ഏരിയ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാൻ സാധിക്കും. അനുഗ്രഹ എന്ന പേരുള്ള ഈ ഒരു ഡ്രീം ഹോമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.